ഹായ്, നമ്മൾ ഹോം ഓട്ടോമേഷനിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് ഹോം ഓട്ടോമേഷനിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, വയേർഡ് ആൻഡ് വയർലെസ്. നിങ്ങൾ ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വയേർഡ് ഓട്ടോമേഷൻ എന്നും KNX ഓട്ടോമേഷൻ എന്നും വയർലെസ് ഓട്ടോമേഷൻ എന്നും സ്മാർട്ട് സ്വിച്ചസ് എന്നുള്ള വാക്കുകൾ സ്ഥിരമായി കേൾക്കുന്നതായിരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞു തരുന്നത്. ബേസിക്കലി ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് വയേർഡ് ഓട്ടോമേഷൻ, ഒന്ന് വയർലെസ് ഓട്ടോമേഷൻ. വയേർഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിവൈസുകളും നമ്മുടെ സെൻട്രലൈസ്ഡ് ഹബിലേക്ക് കേബിൾ വഴിയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് കാരണം തന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റേബിൾ ആയിരിക്കും. വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സാധാരണ കേബിളിംഗ് തന്നെയാണ് യൂസ് ചെയ്യുക. എൻഡിലുള്ള സ്വിച്ചസ് എന്ന് പറയുന്നത് സ്മാർട്ട് സ്വിച്ചസ് ആയിരിക്കും. അതിലൊരു വയർലെസ് ഡിവൈസ് ഉണ്ടാവും. സോ ബേസിക് ആയിട്ടുള്ള ഒരു പണി കഴിഞ്ഞ വീടാണെങ്കിൽ പോലും നമുക്ക് വയർലെസ് ഓട്ടോമേഷൻ വഴി നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ്. വയർലെസ് ഓട്ടോമേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്മാർട്ട് സ്വിച്ചസ് വിച്ച് കണക്ട് ടു എ ഹബ്, അനദർ വൺ സ്മാർട്ട് സ്വിച്ച് വിച്ച് കണക്ട് ഡയറക്ട്ലി ടു ഇൻ്റർനെറ്റ് റൗട്ടർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവങ്ങളിൽ നമ്മുടെ ഓട്ടോമേഷൻ സ്ട്രെങ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വൈഫൈയിലാണ്. അത് കാരണം തന്നെ നമ്മൾ വയേർഡ് ഓട്ടോമേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വയേർഡ് ഓട്ടോമേഷനിൽ കേബിളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, മറ്റേത് വയർലെസ്ലിയാണ് നടക്കുന്നത്. അത് കാരണം തന്നെ വയേർഡ് ഓട്ടോമേഷനായിരിക്കും കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവുക വയർലെസ്സിനെ അപേക്ഷിച്ച്. പക്ഷേ ചെറിയൊരു ഏരിയ മാത്രമാണ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ വയർലെസ് ചെയ്താൽ മതി, ബിക്കോസ് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. വയേർഡ് ഓട്ടോമേഷൻ പ്രോഡക്ട്സ് മോസ്റ്റ്ലി ഇൻ്റർനാഷണൽ പ്രോഡക്ട്സ് ആണ്. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് കാരണം തന്നെ അതിന് കോസ്റ്റ് കൂടുതലാണ്. ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് വയേർഡ് ഓട്ടോമേഷൻ കമ്പനികൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട്. പക്ഷെ അതെല്ലാം പ്രൂവ് ആവാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ബോത്ത് ചെയ്യാവുന്ന സ്ഥലങ്ങളുണ്ട്. പൊതുവെ വലിയ ബിൽഡിംഗ് ആണെങ്കിൽ വയേർഡും, ചെറിയ ബിൽഡിംഗ് ആണ് എന്ന് പറയുകയാണെങ്കിൽ, ചെറിയ ബിൽഡിംഗ് അല്ലെങ്കിൽ ചെറിയ ഏരിയ ആണെന്ന് പറയുകയാണെങ്കിൽ വയർലെസ് ഓട്ടോമേഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.